ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. നമുക്ക് മാത്സ് എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ 2 ദിവസം ആകെ ഇതിന് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. ആൻഡ് ഇന്ന് മാക്സിമം പറ്റുന്നത്ര ചാപ്റ്റേഴ്സ് തീർക്കണം. എന്തോരം തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് കുറേ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കിയേ പറ്റുള്ളൂ, കാരണം വേറെ ദിവസം ഗ്യാപ്പൊന്നും ഇല്ലല്ലോ. ഓക്കെ, സോ നമുക്ക് പഠിക്കാം. ഞാനിപ്പം ഈ ചാപ്റ്ററാണ് പഠിക്കുന്നത്, ഈ പോമാണ് പഠിക്കുന്നത്. ഞാനാണെങ്കിൽ രാവിലെ ഭയങ്കര നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞ് 5 മണിക്കോ 5:30ക്കോ ഒറ്റ അലാം വെച്ച് കിടന്നതാണ്. പിന്നെ എന്ത് ചെയ്യാനാ, അത് ഓഫ് ചെയ്ത് അങ്ങോട്ട് കിടന്നിട്ടോ. കാരണം എൻ്റെ പനിയൊക്കെ ഇങ്ങനെ മാറി വരുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ എൻ്റെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. എന്ന് പറഞ്ഞാൽ 10 മണിക്കൊന്നും അല്ല, ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴേക്കാണ് എണീറ്റത്. എണീറ്റ് ഉടനെ പിന്നെ എന്തെങ്കിലും സിമ്പിളായിട്ട് പഠിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ലാസ്റ്റത്തെ ഒരു പോമാണ് ഞാൻ പഠിക്കുന്നത്, ഫ്ലെമിംഗോയിലെ. അതാണെങ്കിൽ ചെറുതുമാണ്, സിമ്പിളുമാണ്, പിന്നെ ഓൾറെഡി പഠിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ വേഗം ഓടിച്ച് വായിച്ചിട്ട് പിന്നെ അതിൻ്റെ തിങ്ക് ഇറ്റ് അബൌട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ ലാപ്പ് എടുത്ത് നോക്കുന്നത്. ഞാൻ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും അതിൻ്റെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ സൈറ്റിൽ നോക്കി ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കലുണ്ട്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പം എഴുതണം എന്നുള്ള രീതിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പഠിക്കണം, പറ്റുന്ന അത്ര ഇന്ന് തന്നെ കവർ ചെയ്യണം. കാരണം നമുക്ക് മാത്സ് എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ ആകെ 2 ദിവസം നമുക്ക് ഇതിന് ഗ്യാപ്പ് ഉള്ളൂ. മാത്സ് ഇല്ലാത്തവർക്കാണെങ്കിൽ 7 ദിവസം കൊണ്ട് ഇതിന് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി മെനക്കേടായിരിക്കും. തലേ ദിവസം കുറെ നേരം ഇരുന്ന് പഠിക്കേണ്ട, അതുകൊണ്ട് ഇന്ന് തന്നെ കുറെ തീർക്കണം എന്നായിരുന്നു എന്റെ പ്ലാൻ. ഈ പ്ലാൻ ചെയ്ത പോലെ എന്തൊക്കെ എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഞാൻ പിന്നെ ആ ഒരു ചാപ്റ്റർ തീർന്ന സന്തോഷത്തിൽ പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ബ്രെഡും സ്പ്രെഡും കൂടെ കഴിക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അമ്മയുടെ പുട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ 2 ബ്രെഡ് എടുത്തുള്ളൂ. എന്നിട്ട് പിന്നെ അതും കഴിച്ചു, കൂടെ കുറച്ച് പുട്ടും കഴിച്ചു. അമ്മേനോട് നൈസായിട്ട് വാരിത്തരാൻ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് കഴിച്ചതിന്റെ നമ്മൾ ഇനി ഏത് ചാപ്റ്ററാ പഠിക്കുക. പോംസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം അതൊക്കെ എനിക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പോംസ് ഒക്കെ ലാസ്റ്റ് പഠിക്കാം, ആദ്യം ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാന്നൊക്കെയായിരുന്നു. കാരണം വിസ്താസിലെ ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് അറിയില്ല, അതിന്റെ കഥ പോലും എനിക്കറിയില്ല. അങ്ങനെ കുറെ വിചാരിച്ചോണ്ടാന്ന് തോന്നുന്നു, അവസാനം ഒന്നും നടന്നില്ല. ഇതിപ്പോ സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുമ്പോഴേക്കും. അപ്പൊ ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതും എനിക്ക് ഭയങ്കര തലകറക്കും തലവേദനയൊക്കെ ആയി. അതുകൊണ്ട് പിന്നെ അത് മാറണമെങ്കിൽ ഞാൻ പിന്നെ കിടന്നുറങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 2-3 മണിക്കൂറും കൂടെ എന്നിട്ട് നീട്ടി അങ്ങോട്ട് കിടന്നുറങ്ങി. അല്ലെങ്കിൽ പിന്നെ ആ തലവേദന വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതും തലയിൽ കയറില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വേഴ്സാവുകയും ചെയ്യും, പിന്നെ നമ്മൾ ഉറങ്ങേണ്ടി വരും. അതുകൊണ്ട് അത് വന്ന സ്പോട്ടിലെ ഞാൻ കയറി കിടന്നുറങ്ങി. തലവേദന വന്നപ്പോഴേ എനിക്ക് നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ വേഗം കയറി കിടന്നുറങ്ങി എണീറ്റത് ഒരു ഉച്ചയൊക്കെ കഴിയാനായപ്പോഴേക്കാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ വൈകുന്നേരം ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ ട്രൈ ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. പക്ഷെ അതാണ്ട് തലേ കയറാത്തോണ്ട് ഞാൻ പിന്നെ തേർഡ് ചാപ്റ്ററിലേക്ക് മാറി. തേർഡ് ചാപ്റ്റർ ഏകദേശം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ ഇപ്പം പുറത്തു മണി വന്നപ്പോൾ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നു. ഫ്ലെമിംഗോ ടെക്സ്റ്റിലെ പോയിറ്റ്സ് ആൻഡ് പാൻകേക്സ് എന്നുള്ള ചാപ്റ്റർ ഒഴികെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ബേസിക് ആയിട്ട് അറിയാം, മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ വിസ്താസിൽ ഇത് 3rd ലെവൽ എന്നുള്ള ചാപ്റ്റർ ഒഴികെ വേറെ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ അഗെയിൻ പഠിക്കാനിരുന്നപ്പോഴേക്കും നമ്മളെ കറണ്ട് ആണ്ട് പോയി. ഞാനാണെങ്കിൽ 3rd ചാപ്റ്റർ വെച്ചിട്ടാണ് ഇരിക്കുന്നത്, അതിന്റെ ലാസ്റ്റ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ഇതിപ്പോൾ എത്ര പഠിച്ചാന്ന് പറഞ്ഞാലും നമുക്ക് കുറെ സമയം പോകുന്നുണ്ടോ ഓരോ ചാപ്റ്ററിൽ. നമുക്ക് പഠിച്ച ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ ഓർമ്മ നിൽക്കൂലല്ലോ. കഥ എല്ലാത്തിന്റെയും ബേസിക് ആയിട്ട് ഓർമ്മയുണ്ട്, പക്ഷെ നമ്മൾ എക്സാമിന് വേണ്ടി ഓരോ ചാപ്റ്ററും മര്യാദയ്ക്ക് പഠിക്കുമ്പോഴേക്കും സമയം കുറച്ചുകൂടെ എടുക്കുമല്ലോ. ഞാൻ വിചാരിച്ച സമയത്തൊന്നും തീരെ ഉണ്ടായിരുന്നില്ല, ഓരോ ചാപ്റ്റേഴ്സിനും 1-2 മണിക്കൂർ വെച്ചൊക്കെയാണ് പോയത്. സമയം പോകുമ്പോഴേക്കും നമുക്ക് പേടി കൂടിയായിരുന്നു, കാരണം നമുക്ക് ആകെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അതാണ് ഈ 19 ചാപ്റ്റേഴ്സ് കൊണ്ട് ടോട്ടൽ. പിന്നെ മാത്രമല്ല ഇങ്ങനെ സമയം എടുത്ത് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ വൃത്തിക്ക് പഠിക്കണ്ടായിരുന്നു. അതായത് ചാപ്റ്റർ പഠിച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ആ ചാപ്റ്റർ ഒന്നുകൂടെ വായിച്ചു അങ്ങനെയൊക്കെ വൃത്തിക്ക് പഠിക്കണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ വൃത്തിക്ക് പഠിച്ച അവസാനം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ള റിയാലിറ്റി എനിക്ക് അപ്പം ഹിറ്റ് ചെയ്തില്ല. പിന്നെ ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ വൃത്തിക്ക് ഇരുന്ന് പഠിക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പഠിച്ചാൽ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് എത്രയൊക്കെ കഥ അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു ടെക്സ്ച്വൽ ഒരു ടച്ച് വേണം. അതായത് ആൻസർ എഴുതുമ്പോൾ നമുക്ക് മൊത്തം അങ്ങോട്ട് ഉണ്ടാക്കി ഇതിലല്ല, അതായത് ടെക്സ്റ്റിന്റെ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. അതായത് ടെക്സ്റ്റിൽ യൂസ് ചെയ്ത വേർഡ്സും എല്ലാം കൂടെ ഇട്ടിട്ടാണല്ലോ എഴുതാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്ന് തലകുത്തി മറിയുന്നത് ഒരു ചാപ്റ്ററിൽ തന്നെ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ലാസ്റ്റ് എത്തുമ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ ആകെ കുറച്ച് സമയം കിട്ടുള്ളൂ, ആൻഡ് അതൊന്നും മര്യാദയ്ക്ക് പഠിക്കാനും പറ്റില്ല എന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി കുറെ നേരം ഇരുന്നിട്ട് കുറെ ചാപ്റ്റർ ഉണ്ട് തീർക്കാന്നാണ്. പിന്നെ എന്തായാലും നമ്മൾ ഈ 3rd ചാപ്റ്റർ കഴിഞ്ഞു, ഇനി നമ്മളൊരു ഗുളിക കഴിക്കാനായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തലവേദന പനി എന്നുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എക്സാം സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയും കഴിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേ പോകാറില്ല, ഭയങ്കര മടിയാണ് അതിനൊക്കെ. ശേഷം പിന്നെ പറഞ്ഞ പോലെ ആ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കുവാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും അതിന്റെ ഇതിങ്ങനെ മൊത്തത്തിൽ വായിച്ചു വിടുന്നേ ഉള്ളൂ. അതുകൂടെ നോക്കുമ്പോഴേക്കും നല്ലൊരു സംതൃപ്തിയാണ് ഉണ്ടാവുക. പക്ഷെ ഇതൊന്നും നമുക്ക് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊന്നും ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ കഴിച്ച ടാബ്ലറ്റ് ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ടതാണ്. ഞാനാണെങ്കിൽ എന്റെ ഫുഡ് ഒരു 6:30 ആയപ്പോഴേക്കും ഡിന്നർ ആയിട്ട് കഴിച്ചതായിരുന്നു. അപ്പോഴാണെങ്കിൽ ഗുളിക കഴിച്ചില്ല. അതുകൊണ്ട് ഇനി ഇപ്പൊ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങൾ അകത്താക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ഈ ഭക്ഷണം
ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളിക കഴിക്കാനായിട്ട്. എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. പിന്നെ ഈ ചോക്കി ചോക്കി എന്നുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് സാധനമാണ്. പക്ഷെ എന്റെ പാക്കറ്റ് ഇപ്പൊ ചെറുതായിട്ടുണ്ട്. ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ മേടിച്ചായിരുന്നു. അപ്പോഴൊന്നും ഇത്ര ചെറുതായിട്ടുണ്ടായിരുന്നില്ല. അത് ചെറുതായിട്ടുണ്ടപ്പോ ചെറിയൊരു വിഷമം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അതായത് സെക്കൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട്. അത് ഞാൻ വൈകുന്നേരം പഠിക്കാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അത് ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഇനിയിപ്പോ ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് വിസ്റ്റേഴ്സ് തുറക്കാന്നാണ്. വൈകുന്നേരം ഇതാണ്ട് പഠിക്കാൻ എടുത്തപ്പോഴേക്കും എന്തോ ഒരു വലിയ സാധനം പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഭയങ്കര കടികട്ടി വാക്കുകളും വായിച്ചിട്ടാണെങ്കിലും തലയിൽ കയറുന്നില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പൊ കണ്ട് തുറന്നപ്പോഴേക്കും കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെ ആ സമയത്ത് ടഫായിട്ടു, ഈ സമയത്ത് ഈസി ആയിട്ടൊക്കെ തോന്നണം. പിന്നെ അത് കുറച്ച് നേരം ഇരുന്നിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നോക്കാൻ പോണത്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാണ്ടായിരുന്നു. പിന്നെ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇപ്പൊ നോക്കുന്നത്. പിന്നെ ഞാൻ ബയോ സ്റ്റുഡന്റ് അല്ല കേട്ടോ. എന്റെ സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ് ആണ്. അത് കുറച്ച് പേർക്ക് ചോദിക്കേണ്ടായിരുന്നു. ബയോളജി എക്സാം റിവ്യൂന്റെയും സ്റ്റഡി ബ്ലോഗിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബയോ സ്റ്റുഡന്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ബയോളജി എക്സാം ഇല്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി അതിന്റെ സ്റ്റഡി ബ്ലോഗ് ഉണ്ടായിരിക്കില്ല, അതിന്റെ എക്സാം റിവ്യൂ ഉണ്ടായിരിക്കില്ല. പകരം കമ്പ്യൂട്ടറിന്റെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ബയോളജി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം 25-ാം തീയതി കഴിയും. ബയോളജി ഉള്ളവർക്ക് 27-ാം തീയതി കഴിയും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ടെക്സ്റ്റിൽ നിന്ന് 3 ചാപ്റ്റർ തീർത്തിട്ട് പിന്നെ വിസ്റ്റാസിൽ പോയി 2 ചാപ്റ്റർ തീർത്തിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇതിൽ നിന്ന് വേറെ ചാപ്റ്റേഴ്സ് തീർത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നൈസായിട്ട് അങ്ങോട്ട് മാറ്റി. കാരണം 3 ചാപ്റ്റർ ഓൾറെഡി തീർന്നല്ലോ. അപ്പോൾ ഈ ടെക്സ്റ്റിൽ പോംസ് അല്ലാണ്ട് മൊത്തത്തിൽ 8 ചാപ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതി തീരുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇൻഡിഗോ എന്നുള്ള ചാപ്റ്റർ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 1:45 നമുക്ക് ഉറങ്ങാൻ തോന്നും, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങായിരുന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഉറങ്ങണ്ട. ഓക്കെ, അതെ ഗൈസ്, ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ ട്രൈപോഡ് ഞാൻ കാണിക്കുന്നത് നല്ല രസമുണ്ട് എന്നാണ്. അതായത് നല്ല ട്രൈപോഡാണ്. ഞാൻ മേടിച്ചിട്ട് ഏകദേശം 1 മാസം ആവുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ മേടിച്ചതിൽ ആകെ ഇഷ്ടപ്പെട്ടത് മര്യാദയ്ക്ക് ഇതാണ്. ജീവിതത്തിൽ മേടിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ കുറെ ട്രൈപോഡുകൾ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. ഇത് പിന്നെ ഞാൻ തപ്പി കണ്ടുപിടിച്ച് ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ വരുത്തിയതുകൊണ്ട് പറയില്ല. ആക്ച്വലി നല്ല സാധനമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങും. അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇൻഡിഗോ എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിന്റെയും ടെക്സ്റ്റ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഞാൻ ഈ എക്സാം ആവുന്നതിന്റെ മുന്നേ ഏതോ ഇതിന്റെ ഒരു സമ്മറി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ എക്സാമിന്റെ തലേന്ന് കുത്തിയിരുന്ന് തലകുത്തി മറിഞ്ഞൊരു പുതിയ സാധനം തലയിൽ കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് പഠിച്ചത്. അത് നല്ല സമ്മറി കിട്ടും, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ടെക്സ്റ്റ് തുറക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമ്മറി മൊത്തമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സമ്മറി മാത്രം നോക്കുന്നതിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കണം. കാരണം സമ്മറിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കിട്ടും. അതുപോലെ എനിക്കൊരു കാര്യം കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ പാതിരാത്രി ഇരുന്ന് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു എന്റെ വിചാരം. പക്ഷെ രാത്രി ഇരുന്ന് സമയം കണ്ട് പറക്കല്ലേ. ഓരോ ചാപ്റ്റർ തീരുമ്പോഴേക്കും സമയം കണ്ടിട്ട് ചടപടേ എന്നാണ് പോണത്. പിന്നെ ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പോ ഞാൻ നൈസായിട്ട് ഒരു ചായ കെട്ട് കുടിക്കാന്ന് വിചാരിച്ചു. കാരണം ഈ പാതിരാത്രി പ്രത്യേകിച്ച് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതിനാണ്. പിന്നെ ടുട്ടുവിനെ കുറച്ചു നേരം കളിപ്പിക്കാന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കണോണ്ട് പിന്നെ അവന് വലിയ ഇഷ്ടമൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവൻ ഇറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു വിസ്റ്റാസ് എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട് തുറന്നു. പക്ഷെ ഇതിൽ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കുറെ നേരം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യത്തെ ആകെ 2-3 പേജ് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് സമയം നോക്കാൻ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അപ്പയും ഏകദേശം ജിമ്മിൽ പോകാനുള്ള സമയമായി വരുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അവർ പോയി എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. ആൻഡ് ഇതാണ് നമ്മൾ അടുത്ത ദിവസം. ഞാനൊരു 7:30 കഴിഞ്ഞപ്പോഴേക്കും എണീറ്റു. പിന്നീട്ട് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും തലേന്ന് നടന്നില്ല. അതായത് കുറെ ചാപ്റ്റേഴ്സ് ഇനിയും പഠിക്കാൻ കിടക്കുകയാണല്ലോ. ഞാൻ ബ്രഷ് ചെയ്തിട്ട് പിന്നെ നേരെ പഠിക്കാനായിട്ട് വന്നിരുന്നു. ഇന്നലെ മറ്റേത് 3rd ലെവലിലുള്ള ചാപ്റ്ററിലാണല്ലോ നിർത്തിയത്. പിന്നെ ആ ചാപ്റ്റർ തീർക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു. ഭയങ്കര ടെൻഷനും ഇതൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇരുന്ന ഒരു ഇരിപ്പിന് തന്നെ ഞാൻ ചാപ്റ്റർ കൊണ്ട് തീർത്തു. ഇന്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തീർക്കേണ്ട ഒരാളല്ല. പിന്നെ അപ്പത്തെ ഒരു ഇതിന്റെ പുറത്താണ്ട് തീർത്തതാ. ആ ചാപ്റ്റർ കണ്ട് ഒറ്റയ്ക്ക് തീർത്തോണ്ടാ തോന്നുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിട്ട് കയറി. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഒരു ചാപ്റ്റർ തീർത്തിട്ട് അങ്ങോട്ട് ദിവസം തുടങ്ങാന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഉഷാറായി തീർന്നപ്പോഴേക്കും നല്ല സമാധാനം സന്തോഷമൊക്കെ. പിന്നെ കുറെ പേരിന്റെ 10th റിസൾട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ വരാൻ തുടങ്ങിയ ഒരു കമന്റ് ആണ്. അപ്പൊ അത് കുറെ പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാനാണ് വിചാരിക്കുന്നത്. ഇത്ര ഹൈപ്പ് കൊടുക്കാൻ മാത്രമേ ഇതിനൊരു തേങ്ങയില്ല, സാധാ ഒരു മാർക്ക് തന്നെ. എന്നിട്ട് പിന്നെ നമ്മൾ വന്ന് ലാപ്പിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് അടുത്ത ചാപ്റ്റർ നൈസായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണമെന്നേ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് വരുത്തുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ നോക്കുന്നത് പിന്നെ മറ്റേ റാട്രാപ്പിന്റെ ചാപ്റ്റർ ആണ്. അത് ഞാൻ വിചാരിച്ചത് സുഖമുള്ള ചാപ്റ്റർ ആണ്, പെട്ടെന്ന് തീരുന്നൊക്കെയാണ്. കാരണം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷെ ഇതാണെങ്കിൽ എന്ത് ലെങ്തിയാ, എത്ര നേരം എടുത്തിട്ടാ പഠിച്ച 2-3 മണിക്കൂറായിട്ട് എടുത്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ടെക്സ്റ്റ് അല്ല തുറന്നത്, ഞാൻ ഇതിനൊരു സമ്മറിയാണ് മുന്നേ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സമ്മറി തന്നെ നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ലൈൻസ്
ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസിന്റെ തന്നെ കുറച്ച് സിമ്പിൾ വേർഡ്സിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതാണ് പഠിക്കുന്നത്. ആക്ച്വലി ഇതിന് സമ്മറി എന്ന് പറയാൻ പറ്റില്ല. ടെക്സ്റ്റിലെ സാധനങ്ങൾ തന്നെ ഓരോരോ ലൈൻ വെച്ച് കുറച്ചുകൂടെ സിമ്പിളാക്കി എഴുതിയേക്കാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതി, അത്രേ ഉള്ളൂ. ഈ 2-3 മണിക്കൂർ ഒരു ചാപ്റ്ററിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് വട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. ഉച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് അടുത്ത ചാപ്റ്റർ നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഗൈസ്, ഞാൻ ഇതിൻ്റെ ഈ മറ്റേ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസ് എന്നുള്ള സെക്ഷൻ ബി നോക്കുമായിരുന്നു, അതായത് ഇംഗ്ലീഷിൻ്റെ. അപ്പോഴാണ് മറ്റേ ലെറ്റർ ടു ദ എഡിറ്റർ എന്നുള്ള സംഭവം ഞാൻ കണ്ടത്. അപ്പോൾ ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക. അപ്പം ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പം ഒരെണ്ണം ലെറ്റർ ടു എഡിറ്ററും വേറൊരെണ്ണം ലെറ്റർ ടു വേറെ എന്തെങ്കിലുമൊക്കെ സാധനമായിരിക്കും. അപ്പം ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു, കുറച്ച് വലുതായിട്ടാണ് തോന്നുന്നത്. അത് പഠിക്കാനുള്ള സമയം കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ഒരു ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴേക്കും അതിനകത്ത് ലെറ്റർ ടു എഡിറ്ററും ഉണ്ട്, പിന്നെ ജോബ് ആപ്ലിക്കേഷൻ്റെ സാധനമാണുള്ളത്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് വരിക തോന്നുന്നു. കാരണം ഉള്ള ലെറ്റേഴ്സിൽ കുറച്ച് കൂടുതൽ എഴുതാനുള്ളതും കുറച്ച് കൂടുതൽ ഹെവി ആയിട്ടുള്ളത് ഈ ജോബ് ആപ്ലിക്കേഷനും അതുപോലെ എഡിറ്റർക്കുള്ള സാധനത്തിലാണ്. മിക്കവാറും അങ്ങനെ ആയിരിക്കും വരിക തോന്നുന്നു. അപ്പം ലെറ്റർ ടു എഡിറ്റർ ഒന്ന് വായിച്ച് നോക്കാം. ഇതിലെല്ലാം കൂടി ഇനി സമയം എവിടുന്നാന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, എനിക്കങ്ങനെ മടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, കുറേ പഠിക്കാൻ കിടക്കുന്നു. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഉച്ചയായിട്ട് 2 ചാപ്റ്റർ തീർന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്നുള്ള പോത്തിൻ്റെ ChatGPT കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നോക്കുന്നത്. അതാണെങ്കിൽ സെറ്റ് സാധനമായിരുന്നു, അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശേഷം പിന്നെ പോയിറ്റ്സ് ആൻഡ് പാൻ കേക്ക്സ് ഒരു സമ്മറിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഗോയിങ് പ്ലേസസ് എടുത്ത് തുടങ്ങി. ഗോയിങ് പ്ലേസസ് ആണെങ്കിൽ ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റിക്ക് വെച്ചത്. കാരണം അന്ന് പഠിച്ചപ്പോൾ നല്ല ഈസി ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ടൈം എടുത്തു. പിന്നെ എനിക്ക് നല്ല ടെൻഷനും പിന്നെ കുറേ പഠിക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. നേരെ ഫുഡ് കഴിച്ച് പഠിച്ച് കുളിച്ച് കിടന്നുറങ്ങി എന്ന് പറയാൻ പറ്റില്ല. അപ്പം ശരി എന്നാൽ.